ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഫാദേഴ്സ് ഡേ ആയപ്പോൾ ഇച്ചാനോട് ഞാൻ ചോദിച്ചു ഇന്ന് എന്താണ് സ്പെഷ്യൽ. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു ഇന്ന് ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട, അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ആ ഡ്യൂട്ടി ഇല്ല എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും കൂടി കടയിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിലേക്ക് പോവുക. എന്നിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഞങ്ങൾ പുറത്തേക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ ചെലപ്പോ മൊത്തം ഇച്ചായന്റെ അല്ലേ, ചെലവ് ഇച്ചായന്റെ തന്നെയാണ്. എന്താ വേണ്ടേ? എബിക്കുട്ടന് ഒരു ലോങ് ലിസ്റ്റാ. പാർക്കിൽ പോണം, കളിക്കാൻ പോണം, അങ്ങനെയൊക്കെ ഒരു ലോങ് ലിസ്റ്റാണ്. അവനും അത് എനിക്ക് തന്നെയാ. പുറത്തേക്കൊക്കെ പോണം, കറങ്ങണം. അതും കറക്റ്റ് ഫാദേഴ്സ് ഡേ ഇന്ന് സൺഡേ ആ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പുറത്തേക്ക് എവിടെയാണോ മഴയാണ്. മഴയാണ്. വണ്ടിക്കുള്ളിൽ നിന്ന് കറക്കം മാത്രമേ പെട്രോൾ മാത്രം. അങ്ങനെ ഇപ്പൊ സമയം 3 മണിയായി. ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. ഇന്ന് രാവിലത്തെ ക്ലൈമറ്റ് മഴയായിരുന്നു, ഇടയ്ക്കാണെങ്കിൽ വെയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടുകൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്കൂട്ടിയിൽ പോയാൽ മതി, കാർ എടുക്കണ്ടാന്ന്. പക്ഷെ 3 മണിക്ക് കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു, ഞങ്ങൾക്ക് സ്കൂട്ടിയിൽ വരാൻ പറ്റില്ല. അങ്ങനെ ഇച്ചായനാണെങ്കിൽ വീട്ടിലേക്ക് പോയിട്ടാണെങ്കിൽ കാർ എടുത്തിട്ടാണ് വന്നത്. അതുവരെ ഞങ്ങൾ കടയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ ആണെങ്കിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, രാമചന്ദ്ര റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോകാനായിരുന്നു പ്ലാന്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. പിന്നെ ഞങ്ങൾ ക്വാളിറ്റി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തത് ചിക്കൻ ബിരിയാണി. പക്ഷേ ചിക്കൻ ബിരിയാണി ഇല്ലായിരുന്നു, തീർന്നു പോയി. പിന്നെ ഞങ്ങൾ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ കൊടുത്തത്. പിന്നെ ആണെങ്കിൽ ഈച്ചാൻ ഒരു ഫ്രൈഡ് റൈസും ഓർഡർ കൊടുത്തു എബിക്കുട്ടന് കഴിക്കാൻ വേണ്ടി. പിന്നെ ആണെങ്കിൽ ഗോലി സോഡയും കൊടുത്തു, അതും ലൈം ഫ്ലേവറിൻ്റെ. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വന്ന വശം തന്നെ ഞങ്ങൾക്ക് മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ഹോളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് റീഅറേഞ്ച് ഒക്കെ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഹോളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഞങ്ങളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി. കുറേ ദിവസം എബിക്കുട്ടനാണെങ്കിൽ KFCയിൽ ചിക്കൻ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം വഴിയാണ് കോത്തഗിരി റൂട്ട്. അപ്പോൾ ആ വഴിക്കാണ് ഞങ്ങൾ പോകുന്നത്. ചെറുതായിട്ടാണെങ്കിൽ മഴ തൂളിക്കൊണ്ടിരിക്കുവാണ്, പിന്നെ അതുപോലെ ഭയങ്കര കാറ്റുമാണ്. പിന്നെ ഞങ്ങളൊരു വ്യൂ പോയിന്റിലൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്ലിക്ക് ചെയ്യുമായിരുന്നു. എബിക്കുട്ടൻ നല്ല ഉറക്കമാണ്. ഇപ്പോൾ ആണെങ്കിൽ സമയം 6 മണിയായി ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അന്തരീക്ഷം എല്ലാം ആകെ മാറിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിലാണെങ്കിൽ ഒരു ബ്ലൂ കളർ കാണാം, അതാണെങ്കിൽ ഫിൽറ്റർ കയറ്റിയോ അല്ലാതെ എഫക്റ്റ് ഒന്നും കയറ്റിയതൊന്നും അല്ലാതെ നാച്ചുറലായിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളറായിട്ടായിരുന്നു എല്ലാം കാണാൻ. അതുപോലെയാണ് ക്ലൈമറ്റ് മാറിയിരിക്കുന്നത്. അതുപോലെ ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇനി മരം വല്ലതും വീഴുവാണ്. ചില സ്ഥലത്തൊക്കെ മരം വീണിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഊട്ടി എത്തുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഓടിച്ചിട്ടും എത്തുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ KFCയിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഓർഡറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എബിക്കുട്ടനാണെങ്കിൽ KFCയിലെ ചിക്കൻ പോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ പോപ്കോൺ കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടേ ഇരിക്കാം, അതും പിന്നെ ബോൺലെസ്സും ആണല്ലോ. ഇന്നത്തെ ഈ സൺഡേ വ്ളോഗ് ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.